കേരളത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും അവർക്ക് ആഘോഷിക്കാനായിട്ടുള്ള വകുപ്പുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 MLAമാർ BJPക്ക് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു വിജയം ചാത്തന്നൂരും ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ച, അതായത് വിജയപ്രതീക്ഷ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന മറ്റ് ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെന്ന് പറയുന്നത് ഒന്ന് മഞ്ചേശ്വരം, അതോടൊപ്പം തന്നെ പാലക്കാട്. അങ്ങനെ പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് ഈ 2 സ്ഥലങ്ങളെന്ന് പറയുന്നത്. ഈ 2 സ്ഥലങ്ങളിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമെന്ന് പറയുന്നത്, ഇതിൽ 2 സ്ഥലത്തും BJP തോൽക്കുകയാണ് ഉണ്ടായത്. അതിൽ മഞ്ചേശ്വരത്തെ കണക്ക് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണ് മഞ്ചേശ്വരത്തെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവിടെ സുരേന്ദ്രൻ തോൽക്കാനായിട്ട് കാരണം? അതും വലിയൊരു ഭൂരിപക്ഷത്തിലാണ് സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത്. കഴിഞ്ഞ 2 പ്രാവശ്യം, അതായത് 2021 തിരഞ്ഞെടുപ്പിലും 2016 തിരഞ്ഞെടുപ്പിലും സുരേന്ദ്രൻ 69 വോട്ടിനും അതോടൊപ്പം തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 700 സംതിങ് വോട്ടിനും പരാജയപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇത്തവണ പരാജയപ്പെട്ടിരിക്കുന്നത് 29,000 സംതിങ് വോട്ടുകൾക്കാണ് സുരേന്ദ്രൻ പരാജയപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. 2ാം സ്ഥാനം നിലനിർത്തിയെങ്കിലും 29,000 വോട്ടിൻ്റെ ഒരു ഭൂരിപക്ഷമാണ് അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ വോട്ടുകൾ ഈ പറയുന്ന രീതിയിൽ UDF മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം വളരെ വ്യക്തമാണ്. വോട്ടുകൾ വളരെ കൃത്യമായിട്ട് മറിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് മഞ്ചേശ്വരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. കാരണമെന്ന് പറയുന്നത് 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ശരിക്കും പറഞ്ഞാൽ UDF നേടിയ വോട്ടുകളെന്ന് പറയുന്നത് 65,000 ആയിരുന്നു. അന്ന് സുരേന്ദ്രന് 65,000 സംതിങ് വോട്ടുകൾ, 700 സംതിങ് വോട്ടുകൾക്ക് അവിടെ പരാജയപ്പെട്ടു. LDF നേടിയത് 40,000 സംതിങ് വോട്ടുകളായിരുന്നു. എന്നാൽ 2026 ആകുമ്പോഴത്തേക്കും അവിടെ 96,948 വോട്ടുകളാണ് അവിടെ UDF സ്ഥാനാർത്ഥി, മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നേടിയത്. BJP 67,696 വോട്ടുകൾ നേടി. LDFിനാണെങ്കിൽ ഇവിടെ 21,212 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. അതായത് BJP വോട്ടുകൾ കൂട്ടിയവിടെ, അതായത് 2021 2000 സംതിങ് വോട്ടുകൾ BJPക്ക് അവിടെ കൂടുകയാണ് ചെയ്തത്. പക്ഷേ അവിടെ ഇടതുപക്ഷ വോട്ടുകൾ പൊടുന്നനെ എവിടെ പോയി അപ്രത്യക്ഷമായിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നിലനിൽക്കുന്നു. ആ വോട്ടുകൾ ചെന്നെത്തിയിരിക്കുന്നത് നേരെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയിലേക്കാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാകും. കാരണം 96,948 വോട്ടുകളാണ് ഈ പറയുന്ന UDF മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചതെന്ന് പറയുന്നത്. 2021 65,000 ആയിരുന്നിടത്ത് നിന്ന് 96,000 ഒറ്റ കുതിപ്പ്. ആ വോട്ടുകൾ എവിടെ നിന്നാണ് വന്നത്? അത് ഇടതുപക്ഷ വോട്ടുകളിൽ നിന്നുള്ള വലിയൊരു കൂട്ടക്കൊഴിച്ചിലും അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ അത് ഒറ്റയടിക്ക് അത് BJP വിജയിക്കുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ BJPക്ക് വിജയസാധ്യത വളരെ വലിയ തോതിൽ കൂടുതലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അത് LDFിലേക്ക് ചെയ്ത് വെറുതെ പാഴാക്കണ്ട എന്ന് തീരുമാനിച്ചവർ അത് നേരെ UDFിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് SDPI വോട്ടുകൾ പ്രധാനമായുമുണ്ട്, അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വോട്ടുകളുമുണ്ട്. ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നായിട്ട് അത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഈ കണക്കിൽ നിന്നും എന്നുള്ളത് എടുത്തു പറയേണ്ടത് അനിവാര്യം തന്നെ. അതുകൊണ്ട് തന്നെയാണ് സുരേന്ദ്രന് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ തോൽവി സമ്മതിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് വോട്ട് മറിക്കൽ വളരെ കൃത്യമായിട്ട് നടന്നിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് മഞ്ചേശ്വരം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ 2ാമത്തെ സ്ഥലമെന്ന് പറയുന്നത് കാസർഗോഡ് ആയാൽ പോലും അവിടെയും ന്യൂനപക്ഷ വോട്ടുകൾ ഈ പറയുന്ന തോതിൽ UDFിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. 3ാമത്തെ മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് വളരെ പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ള തരത്തിൽ രമേശ് പിഷാരടിയെ പോലുള്ള സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ചപ്പോഴത്തേക്കും എന്തിനാണ് UDF ഇങ്ങനൊരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നത്? UDFിനെ സംബന്ധിച്ച് UDFിലെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ വലിയ മറ്റു പലരോ ഒന്നും തന്നെ ഇല്ലേ? രമേശ് പിഷാരടിയെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റിയത് എന്നുള്ള ചോദ്യം അവിടെ പല രീതിയിൽ ഉയർന്നതാണ്. പക്ഷേ അവിടെ രമേശ് പിഷാരടി ഏകദേശം 12,000 മുകളിലുള്ള വോട്ടുകൾക്ക് അവിടെ വിജയിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെ ശോഭാ സുരേന്ദ്രൻ പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അവിടെയും കൃത്യമായിട്ടുള്ള വോട്ട് മാറ്റം അല്ലെങ്കിൽ വോട്ട് മറിക്കൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിൽ വളരെ വലിയ തോതിൽ തന്നെ
മാറ്റം യു ഡി എഫിന് അനുകൂല ഘടകമായിട്ട്, അതായത് എൽ ഡി എഫിനുള്ള വോട്ടുകൾ പോലും യു ഡി എഫിലേക്ക് മറിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളിലും ഈ പറയുന്ന തോതിൽ വിജയിക്കാൻ വളരെ സാധ്യതയുണ്ടായിരുന്ന മഞ്ചേശ്വരം നോക്കിയാലും പാലക്കാട് നോക്കിയാലും വോട്ടുകൾ വളരെ നല്ല രീതിയിൽ ഈ പറയുന്ന യു ഡി എഫിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഈ പറയുന്ന തോതിൽ എൽ ഡി എഫിന് കിട്ടാനുള്ള വോട്ടുകളിൽ പലതും യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. അതിൽ മഞ്ചേശ്വരം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. എൽ ഡി എഫ് വോട്ടുകൾ പൊടുന്നനെ വലിയ തോതിൽ ഒരു കുറവ് വന്നിരിക്കുന്നു. ആ വോട്ടുകൾ അത്രയും തന്നെയും ഈ പറയുന്ന യു ഡി എഫിന് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് കൂടിയിരിക്കുന്നു. അതായത് ഒറ്റയടിക്ക് ഒരു വലിയ കുതിപ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നു. അതായത് അവിടെ വലിയ തോതിലുള്ള ഒരു കൂട്ട വോട്ടിടിക്കൽ ഈ പറയുന്ന തോതിൽ ഈ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഉണ്ടായിരിക്കുന്നു. അവിടെ സുരേന്ദ്രൻ തോൽക്കണമെന്ന് ഉറപ്പിച്ച് തന്നെയാണ് അവിടെ ഒരു വോട്ട് മറിക്കൽ നടന്നിരിക്കുന്നത് എന്നുള്ളതും ഈ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പാലക്കാടായാലും കാസർഗോഡായാലും അവിടെയും ബി ജെ പി സംബന്ധിച്ചിടത്തോളം വോട്ടുകൾ പലതും യു ഡി എഫിലേക്ക് പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ എൽ ഡി എഫ് സമ്പൂർണ്ണ പരാജയം മാത്രമായിരുന്നില്ല, എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിൽ ഒരു കൂട്ട ആത്മഹത്യയായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് എടുത്തു പറയേണ്ടി വരും. അതായത് ഈ പറയുന്ന സ്ഥലങ്ങളിൽ പോലും, പ്രത്യേകിച്ച് മഞ്ചേശ്വരം എടുത്തു കഴിഞ്ഞാൽ പോലും അവിടെ എൽ ഡി എഫ് സ്വയം ആത്മഹത്യ ചെയ്യുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങളെന്ന് കണക്കുകളിൽ നിന്നും വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു ഡിഫറൻസ് അവിടെ ഒരിക്കലും സംഭവിക്കത്തില്ല. അതായത് ഒരു പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകൾ ഒന്നായി അത് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് എത്തിക്കുന്നു. ആ ഒരു തരത്തിൽ ഈ ഒരു കണക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. എന്തായാലും സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ തന്നെയും വിജയസാധ്യത ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥികൾ പക്ഷേ പരാജയപ്പെട്ടു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അതിൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ കണക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും വ്യക്തമാണ്. ന്യൂനപക്ഷ വോട്ടുകൾ ഈ പറയുന്ന തോതിൽ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ, അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് ലഭിക്കേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട വോട്ടുകൾ, അതോടൊപ്പം തന്നെ SDPI വോട്ടുകളൊക്കെ തന്നെയും ഒരു പാർട്ടിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് വളരെ വലിയ തോതിൽ ബി ജെ പിക്ക് തിരിച്ചടിയായി മാറുന്ന തരത്തിലോട്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും മാറി എന്നുള്ളതും വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ ശോഭയെ സംബന്ധിച്ചിടത്തോളമായാലും അതോടൊപ്പം തന്നെ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളമായാലും ഇവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വോട്ടും അട്ടിമറിക്കൽ, അതിനെ മറികടക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ അതിനെ എന്തെങ്കിലും തരത്തിൽ ചെറുത്ത് നിൽക്കാനോ ആയിട്ട് ഇവർ ഒരു സ്ഥലം ഫോക്കസ് ചെയ്ത് മത്സരിക്കേണ്ടത് വളരെയധികം അനിവാര്യമായിട്ടൊരു കാര്യം തന്നെയാണ്. അതായത് ഒരു മത്സരം വരുമ്പോഴത്തേക്കും അവിടെ മത്സരിച്ച് കഴിഞ്ഞ് പിന്നെ ആ സ്ഥലം വിട്ടിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്ന ആ ഒരു പരിപാടി നിർത്തിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ തന്നെ പ്രവർത്തിച്ച് ആ സ്ഥലം മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടെ മത്സരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കാരണം അതും ഏറ്റവും വലിയ തോതിൽ ഒരു തിരിച്ചടിയായി മാറിയ ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ശോഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് വലിയ നേട്ടമുണ്ടാക്കിയ ആളാണ്. കായംകുളത്ത് മത്സരിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തീരുമാനിച്ചിരുന്ന ഒരാളാണ്. ആൾ പെട്ടെന്ന് പാലക്കാടേക്ക് മാറുന്നു. അപ്പോൾ കായംകുളത്ത് ആ ഒരു സീറ്റ് പോകുന്നു. അപ്പോൾ അത് പാലക്കാടേക്ക് വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് വരുന്നതാണ് ശോഭ ഇതിനു മുന്നേ ഈ പറയുന്നത് പാലക്കാട് നിന്ന് മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ അത് കഴിഞ്ഞിട്ട് ശോഭ വേറെ സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ഓരോ സ്ഥലത്തേക്ക് പോവാതെ ഏത് സ്ഥലത്താണോ പരാജയപ്പെട്ടത് ആ സ്ഥലത്ത് നിന്ന് തന്നെ പ്രവർത്തിച്ച് വിജയിക്കേണ്ടത് തീർച്ചയായിട്ടും അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും ഒരു തരത്തിൽ ഒരു പാരയായി ഇപ്പോൾ പറയുന്ന സുരേന്ദ്രനായാലും ശോഭയ്ക്കായാലും മാറിയിട്ടുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടുകൾ, അതായത് വിജയസാധ്യത ഉണ്ടായിരുന്ന രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുമറിക്കൽ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ ആ വോട്ട് നേരെ ചെന്നെത്തിയത് UDF എന്നുള്ളതും കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്.